ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ വെയിറ്റ് ലൂസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിന്ന് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി മീൽ ഉണ്ടാക്കാം. ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഭയങ്കര സ്വീറ്റ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് 2 നേന്ത്രപ്പഴം വേണം. അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായിട്ട് ഏത് ഷേപ്പിൽ കട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ റൗണ്ടായിട്ട് തന്നെ ഞാൻ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഗീ ഇടാം. ഗീ എന്ന് പറയുമ്പോൾ ഗുഡ് ഫാറ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്, ഒരു ലിമിറ്റ് വരെ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബനാനാസ് അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസസും ഇവിടെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല കാലറിയാണ്. അപ്പോൾ ഒരു മീലായിട്ട് ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഒരു 600-800 കാലറിയൊക്കെ ഈ ഒരു മീലിൽ തന്നെ നമുക്ക് ഉണ്ടാവും. 2 നേന്ത്രപ്പഴം എന്ന് പറയുമ്പം തന്നെ ഒരു 400 ആ ഒരു കാലറിയൊക്കെ വരുന്നുണ്ട് വലിയ നേന്ത്രപ്പഴം ആകുമ്പം. അപ്പം നമുക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ 2 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബനാനേൻ്റെ മേലെ എഗ്ഗ് ഒന്ന് കവർ ചെയ്യുന്ന തരത്തിലാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് നല്ല കാലറി റിച്ച് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ആ ഒരു ബനാനേൻ്റെ സ്വീറ്റ്നെസ്സും എഗ്ഗും ഒക്കെ വരുമ്പം നല്ല ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ചാണ്, നന്നായിട്ട് കാലറീസും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് വെക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലാക്ക് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം, നല്ല കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാക്ക് റൈസിൻസ് ആയി, എഗ്ഗായി, ബനാനയായി, ഗീ ആയി. സോ ഹെൽത്തിയാണ്, നല്ല ഹൈ പ്രോട്ടീനാണ്, ഹൈ കാലറിയാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ട്രൈ ചെയ്യുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. സോ ഗൈസ്, ട്രസ്റ്റ് മീ, ദിസ് ഈസ് ഗുഡ് ഫോർ യു.